ഇനി കൺസ്ട്രെയിൻസ് നമ്മൾ ഇങ്ങനെയൊക്കെ പോകണമെന്ന് വെച്ചാൽ വഴിയിൽ പല അത്താണിയുണ്ട്. കടമ്പഴിപ്പുറത്തിന്റെ പേര് തന്നെ കടമ്പട അപ്പുറമാണ്. കടമ്പ നേരത്തെ തന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ കടമ്പ കടന്നിട്ട് വേണം നമ്മള് അതിന്റെ കടമ്പകള് കമ്പാരിറ്റീവ്ലി സ്മോളർ കമ്മ്യൂണിറ്റി. നമ്മളിപ്പോ 4 സമുദായങ്ങളുടെ പേര് പറഞ്ഞു. 4 സമുദായങ്ങളിലെ ആൾക്കാരെ എണ്ണി നോക്കുകയാണെന്ന് വെച്ചാൽ മറ്റുള്ള സമുദായങ്ങളെ SNDP NSSനെ അപേക്ഷിച്ച് വളരെ കുറച്ച് മെമ്പേഴ്സ് മാത്രമേ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളൂ. അതുകൊണ്ട് ഉള്ള ആൾക്കാരെ ഒത്തൊരുമയോട് കൂടിയിട്ട് ഒരാളോട് കോമ്പീറ്റ് ചെയ്യല്ല. ഒരാളുടെ അഭിപ്രായം തെറ്റാണെന്ന് വെച്ചാൽ നമുക്ക് തിരുത്താനുള്ള അവസരം അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഇപ്പോ PB ഗുപ്ത പറഞ്ഞു, പിന്നെ രവിയെന്ന് ഒരാളും കൂടി പറയണ്ടായി, ശങ്കരനാരായണൻ ഞാൻ ശങ്കരൻകുട്ടി എന്നാണ് വിളിക്കുന്നത്. അവര് പറഞ്ഞു തോറ്റ് തുന്നൽ പാടി എന്ന് പറയേണ്ട ആവശ്യമില്ല. 18 തവണ രാജാവ് തോറ്റ് നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ച കഥയാണ്. കാട്ടിൽ ഒളിച്ചതായിട്ട് പലരും പഠിച്ചിട്ടുണ്ടാവും, ബ്രൂസ് അല്ലേ. അപ്പൊ 18ാമത് തവണ അദ്ദേഹം പോയിരിക്കുമ്പോ കണ്ടു ചെലന്തി വല ഒരുപാട് തവണ ഉണ്ടാവുന്നു, കാറ്റത്ത് ഒളിഞ്ഞു പോണു, വീണ്ടും ഉണ്ടാവുന്നു, വീണ്ടും പോണു. അവസാനം ആ ചെലന്തിക്ക് വല കെട്ടാനും വലയിൽ നിന്ന് അതിന് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടാനും ഇടവന്നു. അപ്പൊ തോറ്റ് തുന്നമ്പാടി എന്ന് പറഞ്ഞാൽ വിജയത്തിന്റെ ഒരു സ്റ്റെപ്പായി നമ്മൾ കണക്കാക്കാം. നോൺ റിട്ടേൺ വാൾ എഞ്ചിനീയറിംഗിലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്നതാണ്. നോൺ റിട്ടേൺ വാൾ NRV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഒരു ഭാഗത്തേക്ക് മാത്രമേ ഇത് ഫ്ലോ ചെയ്യൂ, തിരിച്ചത് ഫ്ലോ ഇല്ല. പക്ഷെ അതിനും അതിന്റേതായ വിലയുണ്ട്, നിലയുണ്ട്. ഇപ്പൊ പെട്രോളിയം ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ അറിയാം, ഞാൻ പറയുന്നതിനും കൂടുതൽ അറിയാം. അതുകൊണ്ട് നമ്മൾ തോറ്റു തുന്നമ്പാടി എന്നത് നമ്മുടെ മാനസിക നിലയാണ്. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ തോറ്റു കഴിഞ്ഞാലും നമുക്ക് മുമ്പോട്ട് പോകണം. മനുഷ്യന് ആന്തരികമായിട്ട് ഒരു തോന്നലുണ്ടെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും മുന്നോട്ട് പോകാൻ കഴിയും, ഏത് നിലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയും. തോൽവി ജീവിതത്തിൽ സ്വാഭാവികമാണ്. ഈ ലോകത്തിലൊക്കെ മണ്ണൊക്കെ എടുത്തു കഴിഞ്ഞാൽ കറുപ്പ് നിറമുള്ള മണ്ണാണ് മെജോറിറ്റി. കറുപ്പ് നിറം ഇല്ലാത്ത മണ്ണ് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ പ്രകൃതിദാനം നമുക്ക് കാണിച്ചു തരുന്ന ഉദാഹരണങ്ങള് ബ്ലാക്ക് ഈസ് യൂണിവേഴ്സൽ. അതിന് എഫേർട്ട്, അതിൽ നിന്ന് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, എന്നാൽ അത് നേടാവുന്നതാണ്. മെനി ടു ജോയിൻ ദ മിഷൻ അറ്റ് ലേറ്റർ സ്റ്റേജസ്. പലപ്പോഴും കാണാം, നമ്മളിപ്പോ ഇവിടെ സ്വിമ്മിംഗ് കോമ്പറ്റീഷനൊക്കെ കടങ്കൂർ ഹൈസ്കൂളിൽ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് കുറെ പേര് ഞാൻ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല പറയാം. അവർ നീന്താൻ അറിയും, PB ഗുപ്തയ്ക്ക് അറിയാം. അപ്പൊ ടെൽമാഷ് അന്ന് ബാലേട്ടനാണ് വെള്ളത്തില് ഇറങ്ങുകയെ പറയും. അപ്പൊ അയാളങ്ങോട്ട് ഇറങ്ങും. ഒരുപക്ഷെ അയാളൊക്കെ ആയിരിക്കും ഫസ്റ്റ് കിട്ടുന്നത്, പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതേമാതിരി ഗ്രൗണ്ടിൽ ഓടുന്ന സമയത്തായാലും ശരി, പലരും ഓടിക്കഴിഞ്ഞാൽ എനിക്കൊന്നും കിട്ടില്ല എന്നുള്ള ആരെയും പിന്നാക്കം അടിച്ചു നിൽക്കും. ഇതേമാതിരിയുള്ള ചില ശ്രമങ്ങളും ചില സമ്മർദ്ദങ്ങളുണ്ടെന്ന് വെച്ചാൽ നമുക്ക് മെനി ടു ജോയിൻ മിഷൻ അറ്റ് ലേറ്റർ സ്റ്റേജസ്. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. നീന്തൽക്കുളത്തിലാവട്ടെ, ഒരു സ്പോർട്സ് ഗ്രൗണ്ടിലാവട്ടെ, ഒരു ഗെയിമിലാവട്ടെ, ഇതൊരു സോഷ്യൽ എരീനയാണ്. നമുക്ക് അതിലൊന്നും പറയാനില്ല. മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുക. ആദ്യം കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പലരും നേടാണ്ട്. അയാളുടെ അഭിപ്രായം കേട്ടാൽ തന്നെ അയാൾക്കൊരു മനസ്സിന് സമാധാനമാണ്. കുമ്പസാരുണ്ട് ക്രിസ്ത്യൻസിനിടയിൽ. അതേമാതിരി നമ്മള് കുമ്പസാരിക്കുന്ന മാതിരി ഒരാളുടെ അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ തന്നെ അയാളുടെ മനസ്സൊന്ന് ശമിക്കും. അതാണ് നമുക്ക് പ്രത്യേക ആവശ്യം. അതിനുശേഷം നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അയാൾ ചെവിക്കൊള്ളും. 1 തവണയല്ല, 2 തവണയല്ല, 3 തവണ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ശരിയാണെന്ന് തോന്നാൻ ഇടവരും. പ്രീ റിക്വസിറ്റ്, ഇതിനൊക്കെ നേരത്തെ കൂട്ടി നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടത് വരും. എൻഷ്യൂർ ഗുഡ് ഇമ്പാക്ട് ഓഫ് തോട്ട്, ഡിസിഷൻസ് ആൻഡ് ആക്ഷൻ. നമ്മുടെ ഉദ്ദേശശുദ്ധി, നമ്മുടെ തീരുമാനങ്ങളുടെ ശുദ്ധി, നമ്മുടെ പ്രവർത്തനത്തിന്റെ ശുദ്ധി, ഇത് ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ഇതോടെ മുൻപോട്ട് വരും. ഫോക്കസ് ഓൺ ഫുഡ് സ്റ്റെപ്സ് ഓഫ് സർട്ടൻ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി ആൾറെഡി മൂവ്ഡ് അഹെഡ്. ഇവിടെ കിഷോർ പറയണ്ടായി നമ്മുടെ സമുദായം ഒരു മാതൃകയാണെന്ന്. ശരിയാണ്. ഇതേമാതിരി മറ്റുള്ള സമുദായങ്ങൾ പലതും മുമ്പോട്ട് പോയിട്ടുണ്ട്. ഞാൻ പറയേണ്ടതില്ല, കേരളത്തിൽ നിന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. NSS ആവട്ടെ, ഞങ്ങളൊക്കെ NSS കോളേജ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്, ഞാൻ പ്രഹ്ലാദ്, ഇവിടെ പലരുണ്ട്. അവിടെ ആ NSS തുടങ്ങിയതും NSS എങ്ങനെ മുന്നോട്ട് വന്നു, എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി, എന്താണ് അവരുടെ നില എന്ന് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിലുള്ള ആൾക്കാർക്ക്. അതേമാതിരി പുറത്തും ഒരുപാട് സംഘടനകളുണ്ട്. അതേമാതിരി നാടാർ, തമിഴ്നാട്ടിലെ, അവര് അപ്വേർഡ് മോഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി, കാമരാജ് നാടാർ, അതുമാതിരി നാടാർമാരുണ്ട്. എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലുള്ള കൂട്ടിപ്പിടുത്തം ഉണ്ടായത്, എങ്ങനെയാണ് അവർ മുന്നോട്ട് പോയതെന്ന് കുറിച്ച് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഞാനത് രക്തം ചുരുക്കം വായിക്കാനിടയായി. അതിൽ വളരെ വ്യക്തമാണ്. നമ്മൾ മുന്നോട്ട് പോകണമെന്ന് വെച്ചാൽ ഇന്ന മാർഗത്തിൽ കൂടെ പോകണം. ഇപ്പൊ ഇവിടുന്ന് വയനാട്ടിലേക്ക് പോകണമെന്ന് വെച്ചാൽ റൂട്ട് വളരെ വ്യക്തമാണ്. പല റൂട്ടിലും വരാം. പക്ഷെ ഷോർട്ടസ്റ്റ് റൂട്ട് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം ലാഭിക്കാം, നമ്മുടെ എനർജിയും ലാഭിക്കാം. അതുപ്രകാരം നമ്മൾ മാതൃകയാണെന്നുള്ള കാര്യം ശരി, പക്ഷെ നമ്മൾ അതിനുള്ള ശ്രമം നടത്തണം. മറ്റുള്ള കമ്മ്യൂണിറ്റികളെ
അനുകരിക്കേണ്ട ആവശ്യം. അനുകരണം അഭിനന്ദനത്തിന് നല്ല വശമാണെങ്കിൽ കാളിദാസന്റെ മേഘസന്ദേശത്തിന് ലഭിച്ചത്ര അഭിനന്ദനം മറ്റൊരു കൃതിക്കല്ല, മറ്റൊരു കവിയുടെ വേറൊരു കൃതിക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഇത് ഞങ്ങൾ സ്കൂളിൽ പഠിച്ചതാണ്. അനുകരണം അഭിനന്ദനത്തിന് നല്ല വശമാണെങ്കിൽ കാളിദാസന്റെ മേഘസന്ദേശത്തിന് ലഭിച്ചത്ര അഭിനന്ദനം, അനുമോദനം മറ്റൊരു കവിയുടെ എന്നല്ല, അദ്ദേഹത്തിന്റെ തന്നെ വേറൊരു കൃതിക്കും കിട്ടിയിട്ടില്ല. അതായത് അനുകരണം ആവശ്യമാണ്. അനുകരണം കൊണ്ട് നമുക്ക് അത് നല്ല വശങ്ങള് തേടിപ്പിടിച്ച് നമുക്ക് നമ്മുടേതായ ഒരു പാന്താവ്, നമ്മുടേതായ ഒരു വഴി കൂടെ നീങ്ങാനുള്ള ശ്രമം വളരെ ആവശ്യമാണ്. എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ആവട്ടെ, ഏതാണെച്ചാലും ശരി, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ ലക്ഷ്യം എന്താണെന്ന് വളരെ വ്യക്തമാണ്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്ന പറയാം, മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുന്നുണ്ട്, അത് ഫോറൻ എഗനസ്റ്റ് ആണ്. പക്ഷെ ഞാൻ പറയുന്നത് ലക്ഷ്യം വളരെ വ്യക്തമായിട്ട് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റണം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലക്ഷ്യം എപ്പോൾ വ്യക്തമായിട്ട് സെറ്റ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ കാണാത്തതും കൂടെ കാണാനിടയാവും മുന്നോട്ട് പോകുമ്പോൾ. മനക്കരുത്ത് ഒരാളുടെ, ഒരു വ്യക്തിയുടെ പറയുന്നത്, ഒരു സമുദായത്തിന്റെ ഒരു വട്ടവർ ഒരു ഗ്രൂപ്പിന്റെ പെർസീവിയറൻസ് ആണ് ആവശ്യം. ഇല്ല, ഞാൻ പറഞ്ഞു കരിയർ ഗൈഡൻസ് കൊടുക്കും, പക്ഷെ അതുകൊണ്ടായില്ല. ഒരാൾക്ക് എന്താണ് ആവശ്യം അതനുസരിച്ചൊക്കെ ഒരു മെഡിക്കൽ പ്രോജക്ട് ഓപ്പറേഷൻ കഴിച്ചു, രോഗിക്ക് സുഖം പ്രാപിച്ചു, ഒരാഴ്ച കഴിഞ്ഞ് നടക്കാം, അത് കഴിഞ്ഞ് വീട്ടിൽ പോകും. അതുമായിട്ടുള്ള പ്രോജക്റ്റെല്ലാം നമ്മൾ എടുക്കുന്നത്. അതുമാതിരി എഞ്ചിനീയറിംഗിൽ ഒരു പക്ഷേ എയറോപ്ലെയിൻ ഡിസൈൻ ചെയ്ത പ്രോഡക്റ്റ് പെട്രോളിയം മെഷീനറി ഇൻഡസ്ട്രിയിൽ പുറത്തു വരണം, അതിന് കുറച്ച് സമയമെടുക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ഒരു പക്ഷേ 10 കൊല്ലോ 15 കൊല്ലോ 20 കൊല്ലോ പ്രേരിപ്പിക്കും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡിസിഷൻസ് വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഡെവലപ്പ് ഗുഡ് അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ആര്യാനെറ്റ് മെമ്പേഴ്സ്. ഞാൻ പറഞ്ഞ ആര്യാനെറ്റ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാരെന്ന് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ആര്യാനെറ്റ് കൂടെ നമുക്ക് ഇത് ശരിയാണെന്നുള്ളൊരു തോന്നൽ വരുന്ന ആൾക്കാർക്ക് മനുഷ്യന്മാരാണ്. നമ്മളുടെ ഒരു വളരെ മുന്നോട്ട് പോയ ഒരു സമുദായമാണ്. ഈ 612 ഗോത്രക്കാര് അവിടുന്ന് ഓടി എന്നാ പറയുന്നത്. എങ്ങോട്ട് ഓടിയെന്നുള്ളതിന് തെളിവില്ല, ചരിത്രപരമായിട്ട് തെളിവില്ല. അത് ഐതിഹ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ആ ചരിത്രപരമായിട്ട് നമുക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ കാവേരി പൂമ്പാട്ടനത്ത് വന്നു. കാവേരി ഡെൽറ്റ, അവിടെ ഒരു പൂമ്പാട്ടനം ഉണ്ടായി. അവിടെ 4 സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ആ 4 സ്റ്റേറ്റിലെ 3 സ്റ്റേറ്റില് ഇവരെ ഇരുന്നു എന്നാണ് പറയുന്നത്. 3 സ്റ്റേറ്റിൽ ഇരുന്നിട്ട് അതിനുശേഷം കാവേരി സുനാമി കൊണ്ടോ എന്തുകൊണ്ടോ കാവേരി പൂമ്പാട്ടനം കടലിനടിയിൽ പോയി. ആ സമയത്ത് അവിടുന്ന് അവർ രക്ഷപ്പെടേണ്ട കാര്യം വന്നു. അവിടുന്ന് രക്ഷപ്പെട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ട് പല ഭാഗത്തായി വന്നു. തമിഴ്നാട്ടിലെ പല ഭാഗത്താവട്ടെ, കർണാടകത്തിൽ പല ഭാഗത്തുണ്ട്, ആന്ധ്രയിലുണ്ട്, കന്യാകുമാരി ഭാഗത്തുണ്ട്, നമ്മുടെ ഈ പാലക്കാട് തുറയിലുണ്ട്. പാലക്കാട് നമ്മളൊക്കെ അതിൽപ്പെട്ടവരായിരിക്കുന്നത് ഒരു അനുമാനം മാത്രമേ ഉള്ളൂ, അതിന് തെളിവില്ല. ചരിത്രപരമായിട്ട് തെളിവ് വേണം. തെളിവില്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഐതിഹ്യത്തിൽ പറയാം. അപ്പോ അങ്ങനെ വന്ന ഒരു വർഗം ആവാം നമ്മുടെ ഈ വൈശ്യന്മാര്. അങ്ങനെ കേരളത്തിലേക്ക് എങ്ങനെ വന്നു എന്ന് വെച്ചാൽ, അന്ന് ഈ സുനാമി വന്നതിന് ശേഷം അവിടെ വളരെ വിഷമായി കഴിഞ്ഞു. അപ്പോ ഈ വെസ്റ്റേൺ കോസ്റ്റ് ഉണ്ട്, നമ്മുടെ അറബിക്കടലിൽ നിന്ന് ഭാഗത്ത് ധാരാളം ട്രേഡിങ്, ധാരാളം കച്ചവടം നടന്നിരുന്നു. അന്ന് ഷിപ്പല്ല, രവി വാസുക്കെ അന്ന് ഷിപ്പില്ല, ഇന്നത്തെ മാതിരി ഒന്നും ഷിപ്പില്ല. അവര് സാധാരണ ബോട്ടിലൊക്കെ വന്നിട്ട് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് അവിടുന്ന് സ്വർണം കൊണ്ടുവരിക, അതായത് ബാർട്ടർ സിസ്റ്റമാണ്. അങ്ങനെ ചെയ്ത് നമ്മുടെ ആൾക്കാരും ആ കച്ചവടത്തിൽ പങ്കെടുത്തിരിക്കാം. അതിനുള്ള തെളിവ് ആവശ്യമാണ്. അങ്ങനെ പങ്കെടുത്ത് ഈ ഭാഗം നമുക്ക് ഒരു പക്ഷേ സുപരിചിതമായിരിക്കും. അതിനുശേഷം ഇങ്ങനെ ഒരു സുനാമി വന്നതിന് ശേഷം അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുക, അവിടുന്ന് ഒരു ഭാഗത്തേക്ക് പോവുക. മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിപുലമായ റിസർച്ച് ഏരിയയാണ്. ഫോറൻ ഞങ്ങൾക്ക് സംസാരിക്കേണ്ടായി. അവർ ഒരുപാട് എൻകറേജ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ മൈഗ്രേഷൻ ഓഫ് റേസസ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ വേൾഡ്. അങ്ങനെ വന്നിട്ട് ഇവിടെ സെറ്റിൽ ചെയ്തു. സാമൂതിരാജാവിനെ അവർക്ക് നേരത്തെ അറിയാത്ത ഒരാളെ നമ്മൾ നേരെ പോയി കണ്ടിട്ട് അങ്ങനെ ഒരു പെട്ടെന്നാണ് തീരുമാനിക്കാൻ പറ്റില്ല. അതിനുശേഷം കുട്ടേട്ടനൊക്കെ എഴുതിയിട്ടുണ്ട്, ബാസുചേട്ടനും അതിന്റെ കഥയൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ തുടർച്ച ആയിരിക്കാം അത്. അതിനുശേഷം ഇവിടെ സെറ്റിൽ ചെയ്തു. കൃഷി, വ്യാപാരം ഇത് രണ്ടിനും ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ജീവിച്ചു. അതിനുശേഷം പല നഗരങ്ങളുണ്ടായി.